ആദിത്യയുടെ കാണാത്ത പല മുഖങ്ങളുള്ള ഫ്രെയിമൊക്കെ. ഇതൊരു കഷ്ടമുണ്ട്. എന്തൊരു സ്ലോ മോഷനാ. ആ അതെ. ആ ഫ്രെയിമാ. ഓ അഞ്ജന. എനിക്ക് താങ്കളോട് ഒന്നേ പറയാനുള്ളൂ, 21 വയസ്സായ സ്ഥിതിക്ക് ഈ ഫോട്ടോ ഒക്കെ ഒന്ന് മാറ്റണം. ആര് ചൂസ് കഴിഞ്ഞാൽ ഈ ഫോട്ടോയാ. നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ആരുടേത് എന്നുള്ളതാണ് ഏറ്റവും വലിയത്. ഒരാൾ ഫ്രം ഷൊർണൂര്, പിന്നെ 2.5 പോകും. ആ രണ്ടാൾക്ക് ഞങ്ങൾ നല്ല മനസ്സിന് ഉടമകളായതുകൊണ്ട് ഞങ്ങളിൽ ഒരു വെയിലത്ത് ഉച്ചയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ പോയി പ്രിന്റ് എടുക്കാൻ വേണ്ടി സർമനസ് കാണിച്ചു. താങ്കൾക്ക് എന്താണ് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്? താങ്കളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ ഇന്ന്. ഞാൻ ഒരു വർഷം കൂടെ അടുത്തിരിക്കുന്നു എന്റെ മരണത്തിലേക്ക്. ഓ മൈ ഗോഡ്. മിക്കവാറും പവിത്ര തന്നെ കൊണ്ടുണ്ടാവും അത്. അതെ, ഈ സമയങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ പവിത്ര PPA മിസ് ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. ഇപ്പൊ എന്റെ നിങ്ങൾ കേക്കിലായിരുന്നു നാളെ മുതൽ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ കൊച്ച് കോളേജിലോട്ട് വരുന്നത് പഠിക്കാൻ പോലില്ല. കണ്ടോ, ബാഗില്ല, ബുക്കില്ല, ഒന്നുമില്ല. അതെ, ബസ് വന്ന് കഴിച്ച് പോട്ടെ. ഓക്കെ ബൈ. അതെന്തിനാ? ഹായ് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ തൃശ്ശൂരിൻ്റെ അങ്കണത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ഓർക്കണം, നമ്മൾ പ്രിന്റ് എടുക്കാൻ പോകുന്നത്, നമ്മൾ സഹായിക്കുന്നത് ഉള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഇല്ല. അവർ നമ്മളങ്ങോട്ട് ഉപേക്ഷിച്ച് വിട്ടേക്കാണ്. ഒരു സ്നേഹമില്ല അവർക്ക്. നമ്മൾ അവർക്ക് വേണ്ടിയാണ് വരുന്നത് എന്നുള്ള പുതുതലമുറ നശിച്ചുപോയി. അതെ, ആ രണ്ടുണ്ടോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സ്നേഹമുള്ളത് ഫേക്ക് ഫ്രണ്ട്സ്. നമ്മുടെ ഫ്രണ്ട്സിന്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഫാസ്റ്റ് കുറയ്ക്കാം. ഞങ്ങൾ ഉണ്ടല്ലേ ഫാസ്റ്റ് കുറച്ചിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഓടാം. ആദിത്യന് വേണ്ടിയിട്ട് അതാണ്. അത്രയ്ക്ക് പോലും ഇല്ല. അതെ, വിവാഹാഭ്യർത്ഥനകൾ ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. ഡിഗ്രി കഴിഞ്ഞ സ്ഥിതിക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ. ഇനി എത്ര പോവാണ്ട്? സെന്റ് തോമസ് എത്തിയിട്ടും കൂടി ഇല്ല. ഇപ്പൊ അവർക്കൊരു ആവശ്യം വന്നപ്പോ അവർ നിന്നു. ഇതാണ് ആ കൾപ്രിറ്റ്. ഇത്രയും നീചയായിട്ടുള്ള ഒരാള്. സമൃദ്ധ ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ. ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. കുട്ടി ഇൻവെർട്ടറായി. ഏകാന്തതയിലാണ്, പക്ഷെ തൃശ്ശൂർ ടൗണിലാന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു വർഷം മുഴുവൻ നമ്മളൊപ്പം ചെലവഴിച്ചിട്ട് കോളേജിൽ ഒരാള് ഫേക്ക് ഫ്രണ്ട് ടെസ്റ്റ് നടത്തിയ സമയത്ത്, അതും പോയിന്റ് ലിസ്റ്റിൽ ഒരു സെക്കൻഡ് ലാസ്റ്റ് വന്നാൽ പോലും എനിക്ക് സങ്കടം വരില്ലായിരുന്നു. ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ആൾ പറയും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അളക്കാനുള്ള സാധനമില്ല. എന്നിട്ട് ആള് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് അയച്ചേക്കുക ലിങ്ക്, നീ ഒന്ന് ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. ആദിത്യ, താങ്കൾ ഏത് ഭാഗത്താണ്?
പരിപാടിയൊന്നും ചെയ്യാറില്ല. ഏയ് എന്നിട്ടില്ല, എന്നിട്ടാണ് ഓ കിട്ടിയല്ലേ എന്നൊക്കെ. നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ബന്ധം വെക്കാൻ പാടില്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം? ബന്ധം വെക്കാൻ പാടില്ല. ഫേക്ക് ഫ്രണ്ട്സ് ഇതായിട്ട് നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. അപ്പൊ താങ്കൾ ഫേക്ക് ഫ്രണ്ട് ആണെന്ന് ഇതാക്കി ഓപ്പൺ ചെയ്തു. പക്ഷേ എന്തുകൊണ്ടും എന്റെ ഫേക്ക് ഫ്രണ്ട്സ് ഞാൻ നോക്കിയപ്പോ വർഷ സെക്കൻഡ് അല്ല തേർഡ് ആണ്. പക്ഷെ എന്നാലും വർഷ 20% ഫേക്ക് ആയിരുന്നു. ബാക്കിയൊക്കെ അതും ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അങ്ങോട്ട് വളരുന്നില്ല. അതെ. ഞങ്ങളുടെ പവിത്ര PPയെ മിസ് ചെയ്യുന്നുണ്ട്. We miss our PP. അതെ, PPക്കുള്ള സ്നേഹം പോലും ഇല്ല. PPയുടെ വൈബ് എങ്ങനെയാ ക്ലാസ്സിൽ വന്ന് പെട്ടു എന്ന് അറിയാത്ത. ഹൗ കണ്ടോ, ഇത്രയും നേരം പറഞ്ഞു നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ അളക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ നേരിട്ട് പോകുന്നു. നമ്മളെ കൂടെ നിൽക്കാൻ കൂടെ താല്പര്യമില്ല. അത്രയ്ക്ക് ഫേക്കായി പോയി. എന്താണ് ഇങ്ങനെ ഈ ജനറേഷൻ? അപ്പൊ നമുക്ക് ഇനി പ്രിന്റ് എടുത്തിട്ട് കാണാം. അവർക്ക് നമ്മളോട് സ്നേഹമില്ലെങ്കിൽ നമ്മൾ പ്രിന്റ് എടുക്കുന്നത് വരെ നമ്മൾ കൂടെ ഉണ്ടാവും. എന്താണ് ഇന്നത്തെ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? പ്രിന്റ് എടുത്തോ? താങ്കൾ എന്തുകൊണ്ട് വരില്ല? നാളെ ഈ മുട്ടിക്കോ? നോവേ എന്റെ ആദിത്യം വിളിച്ചു. വേണമെങ്കിൽ വർഷയെ വേണമെങ്കിൽ ഒഴിവാക്കാം, എന്നാലും കുഴപ്പമില്ല. ഒഴിവാക്കാം. എടാ നീ ഒരു ഫേക്ക് ഫ്രണ്ട് ടെസ്റ്റ് എടുത്ത് അയച്ചു കൊടുക്ക്. ഞാൻ എന്ത് ചോദ്യം ചോദിക്കും, അതിലുള്ളതിന് കൊടുത്താൽ മതി. താങ്കൾ പിന്നെ എന്തിനാ എനിക്കത് അയച്ചത്? ആർക്കും അയച്ചു കൊടുത്തില്ല, നിനക്ക് ഇവർക്ക് മാത്രമേ അയച്ചു കൊടുത്തുള്ളൂ. ഇല്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ്. അതെ, ഈ ഫേക്ക് ഫ്രണ്ടിന്റെ അലിഗേഷൻ വന്നതിന് ശേഷം ഞാൻ കരുതി ആളുടെ മനസ്സൊന്ന് മാറിക്കാണെന്ന് കരുതിയിട്ട് എനിക്കൊരു റീൽ അയച്ചു. ഐ വിൽ നെവർ ബി എ കട്ടപ്പ എന്ന് പറഞ്ഞിട്ട്. ആദിത്യ ആ റീല് താങ്കൾക്ക് അയച്ചോ ഇല്ലയോ? എനിക്ക് അയച്ചു. ഓക്കെ, സമൃദ്ധ താങ്കൾക്ക് അയച്ചോ ആ റീല്? ഒന്ന് ആലോചിക്കുക. ഇവരെല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പിൽ തന്നെയാണ് അത് ഇട്ടിട്ടുള്ളത്. ഇത് കോമഡി എന്ന് പറയാം. ഇപ്പുറത്ത് പോയിട്ട് പറയും നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അപ്പുറത്ത് പോയിട്ട് പറയും നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഇതിന് ഞങ്ങള് ഇത് അതൊക്കെ പറയാൻ പറ്റൂ. ത്രെട്ടാണ്. എന്തൊരു മിസ്ലീഡിംഗ് ആണെന്നറിയോ? അതെ, കോക്രോച്ച് ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് അതിനേക്കാളും എന്തോ സാധന. മത്സ്യഗണത്തിന് പെടുത്താൻ പറ്റില്ല, എന്നാൽ ആ ഗണത്തിലും പെടുത്താൻ പറ്റും. ആ തരുന്നേ. ഈ വീഡിയോ പുറത്ത് വരുമ്പോ വർഷയുടെ ബെസ്റ്റ് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. വർഷ അതെല്ലാം നോട്ട് ചെയ്യണം കേട്ടോ. വർഷയുടെ ബെസ്റ്റ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മോർഫിംഗ് ആട്ടോ. ഓ പിന്നെ വന്ന് ഞാൻ നാരങ്ങകൾ വാങ്ങി തരാന്നൊക്കെ. നല്ല ഫ്രെയിം അല്ലേ? ബൈ ദ വേ അടുത്ത നമ്മൾ പോകുന്നത് വെള്ളം കുടിക്കണം. അതും നാരങ്ങ വെള്ളം. അതും ചെലവ്. ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പവിത്രയെ ഓർക്കുന്നുണ്ട്. അതെ, അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടെ കുടിക്കാൻ വേണ്ടി പോകുന്നു. എന്താണ് ആദിത്യ, താങ്കളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ ഫോട്ടോ പറഞ്ഞിട്ട്? ഏത് വർഷം? ഒന്ന് ആലോചിക്കണം. നമുക്ക് ആദിത്യ എന്താണ് പാൽ സർബത്ത് വാങ്ങി തന്നിട്ട് നന്ദിയുണ്ട്. അവിടെയും ഞങ്ങളെ തേച്ചു. ഞങ്ങൾ കുടിക്കുന്ന ഫേക്ക് ചെയ്യാനാ.